വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് കഴിക്കാൻ ഡെസേർട്ട് കഴിക്കാനൊക്കെ ക്രേവിങ്സ് തോന്നുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാംഗോ ഡെസേർട്ടാട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ്സ് വേണം. ഒരു 10 ആറാറൂട്ട് ബിസ്ക്കറ്റ് ഞാനിതാ മിക്സിയുടെ ചെറിയ ജാലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കിയെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു ഗ്ലാസ് ബൗളിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് വെറുതെ കഴിക്കാനും ഉണ്ടാക്കാതും മാത്രമല്ല, ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്കിതിൽ ചീസ് കേക്കിനൊക്കെ റെഡിയാക്കി എടുക്കൂലേ, ആ രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അവിടെ സെറ്റാക്കി എടുക്കണം. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ഗ്ലാസ് വെച്ചിട്ടൊക്കെ സെറ്റാക്കി എടുക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുക അതിനനുസരിച്ച് ബിസ്ക്കറ്റും മാങ്ങയൊക്കെ അതിനനുസരിച്ച് എടുക്കണം കേട്ടോ. ഞാൻ ഈ ഒരു ബൗളിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് എടുക്കുന്നത്. 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചെടുത്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, മാങ്ങയുടെ മധുരത്തിന് നല്ല പഴുത്ത മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല സ്മൂത്ത് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ മാംഗോ പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സെക്കൻഡ് ലെയറിൽ നമ്മൾ ഇതുപോലെ മാംഗോ ഫ്ലേവറിലുള്ള വിപ്പിംഗ് ക്രീം ആട്ടോ കൊടുക്കുന്നത്. ഈ രീതിയിൽ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള മാംഗോ പൾപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഏകദേശം പകുതിയോളം ഈ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. വിപ്പിംഗ് ക്രീം തന്നെ ഓൾറെഡി മധുരം ഉള്ളതല്ലേ, അതുകൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറഞ്ഞൊരു നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ അത്രയും നല്ല സ്റ്റിഫ് കൺസിസ്റ്റൻസി ആണെന്നൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ട്രേയിലേക്ക് നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നിരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മാംഗോ പൾപ്പ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോയുടെ പീസസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റ്. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ തണുപ്പിച്ചെടുത്താൽ നമ്മുടെ കിടിലൻ ഡെസേർട്ട് റെഡി. അപ്പോൾ ഗസ്റ്റ് വരുന്ന സമയത്ത് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ ടൈമില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഇതൊന്ന് തയ്യാറാക്കിയെടുത്താൽ മതി കേട്ടോ. വെറൈറ്റി ആവും, നല്ല ടേസ്റ്റ് ആവും. നല്ല ഫ്രഷ് മാംഗോ, നല്ല മധുരമുള്ള ഫ്രഷ് മാംഗോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൊണ്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്